ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഗുലാബ് ജാമാണ്. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 6 ബ്രെഡ്, 1 കപ്പ് പഞ്ചസാര, 1 കപ്പ് പാല്, 3 ഏലക്ക. അപ്പോൾ ഫസ്റ്റായി നമുക്ക് ബ്രെഡിനൊന്ന് പൊടിച്ചെടുക്കാം. ഞാനിപ്പോൾ ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചായിട്ട് മിൽക്ക് ആഡ് ചെയ്യണോ, അല്ലെങ്കിൽ ബോൾസാക്കി എടുക്കുമ്പോൾ ബുദ്ധിമുട്ടാവും, കൂടുതലായി പോയാൽ മിൽക്ക്. ഞാനിപ്പോൾ ബ്രെഡ് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതുപോലെ സോഫ്റ്റ് ആകുന്നത് വരെ ഇതുപോലെ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം നമുക്കിതിനെ ചെറിയ ബോൾസ് ആക്കിയിട്ടെടുക്കാം. ഇതുപോലെ കൈ ഉപയോഗിച്ച് നല്ലൊരു ഉരുട്ടിയെടുക്കണം, അല്ലെങ്കിൽ അടർന്നു പോകാൻ ചാൻസ് ഉണ്ട്. സോസ് പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് അളവിൽ പഞ്ചസാര ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് 3 ഏലക്ക ആഡ് ചെയ്യാം. അപ്പം നമുക്കിതുപോലെ ഒന്ന് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ ഇത് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചട്ടി ചൂടായതിനു ശേഷം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിനു ശേഷം ഓരോരോ ബോൾസായി എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. അപ്പം ഞങ്ങൾ ബോൾസെല്ലാം നല്ല ചുവന്ന് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഈ സമയത്ത് ബോൾസിനെല്ലാം കോരിയെടുക്കാം. അപ്പം ഞങ്ങൾ ഗുലാബ് ജാമുൻ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഓരോന്നായി ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് വെക്കാം. അപ്പം നമുക്കിത് 2 മണിക്കൂറൊന്ന് ഷുഗറൊക്കെ ഉള്ളിൽ പിടിക്കാൻ വേണ്ടി വെക്കാം. അപ്പം ഞങ്ങൾ ഗുലാബ് ജാമുൻ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടിപ്പുറത്തുള്ള ബെല്ലൈക്കൺ അമർത്തണം. അപ്പം ഞാൻ ചെയ്യുന്ന ഓരോരോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് വരുന്നതാണ്.